ഇന്നലത്തെ പരിപാടിക്ക് പോയി കിട്ടിയ സബ്ബാ അത്. രണ്ടെണ്ണത്തിൽ ഒന്ന് പോയി. അപ്പോൾ ഇത് അഴിച്ച് നോക്കുമ്പോൾ കംപ്ലൈൻറ്റ് അറിയണമല്ലോ എന്തുകൊണ്ടാണ് പോണത്, ആംപ്ലിഫയർ ആണോ ഇനി എന്തോ അലക്കുകയാണോന്ന് അറിയണ്ടേ. ഇത് നോക്കണ സമയത്തുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കണക്ഷൻ ഊരി കിടക്കണം. അപ്പോൾ അതിൻ്റെ സോക്കറ്റ് വരുന്നത് ബാക്കിലാണ്. അപ്പോൾ ആരോ ഇത് അഴിച്ച സമയത്ത് നമ്മൾ പുറത്ത് കൊടുക്കണ സബ്ബാ അത്. അപ്പോൾ ആരോ അഴിച്ച സമയത്ത് എന്തായി, ഈ വയറ് അവിടെ സോക്കറ്റിൽ കറക്റ്റ് കൊടുത്തില്ല. ബാക്കി കൂടി ഞാൻ പറഞ്ഞുതരാം, അകത്തില്ലട്ടെ. ഇതാണ് പോയത്. അപ്പോൾ ഈ ആമ്പിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് പോകുമ്പോൾ എന്തായാലും എന്ത് കാരണം കൊണ്ടാണ് പോകണമെന്നും കൂടി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പോൾ ഈ ആമ്പിൽ ഈ 2 സബും കൂടി ബ്രിഡ്ജ് മോഡായിരുന്നു. ഇത് 5000 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും RMS ഔട്ട് 4 ohmസിൽ ഒരു 3500 കൂട്ടിയാൽ മതി. നമ്മളുടെ അടുത്തുള്ള ഈ സബ് 1650 RMS ആണ്. അപ്പോൾ ഒന്നിൻ്റെ കണക്ഷൻ ഊരി വീണപ്പോൾ എല്ലാ ലോഡും കൂടി ഇപ്പോൾ ഞാൻ ആദ്യം കാണിച്ച ഇതില്ലേ, ആ സബിൻ്റെ കണക്ഷൻ ഉള്ളിൽ നിന്ന് ഇതായി സോക്കറ്റിൽ നിന്ന് ഊരി വീഴുകയാണ് ചെയ്തത്. ഈ ഊരി വീണപ്പോൾ എന്തായെന്നറിയോ, എല്ലാ ലോഡും കൂടി ഒരു സബിലേക്ക് വന്നു. അങ്ങനെയാണ് ഇത് കോയിൽ പോയത്. ഇത് കോയിൽ പോയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇന്നലെ വന്നിട്ട് പരിപാടി സ്ഥലത്ത് വേറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. കണക്ഷൻ കൊടുത്തത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി. ഞാനൊന്നും മുണ്ടാൻ പോയില്ല, കാരണം നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അതായിരിക്കും. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാനുള്ള മാരെ, കാരണം നമ്മൾ ഇത് പോകാനാ എന്തായാലും ഇത് എന്തുകൊണ്ടാണ് പോണത്, എന്താണ് ഏതാണെന്നുള്ളത് മൊത്തം മനസ്സിലാക്കിയിട്ട് അടുത്ത ഇത് ചെയ്യലുള്ളൂ. അപ്പോൾ കുറ്റപ്പെടുത്തലുകളൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനെ സംഭവിക്കും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞൊന്നും വേറൊന്നല്ല, ഇതിൻ്റെ ഈ സോക്കറ്റ് ഇപ്പോൾ ഞാൻ ആ ബോക്സിൽ കാണിച്ചപ്പോൾ തല തിരിഞ്ഞായതുകൊണ്ട് ചിലപ്പോൾ ഇത് കണക്ട് ചെയ്തതേ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് കണക്ട് ചെയ്തപ്പോൾ അത് കറക്റ്റ് അതിൽ ലിങ്കായി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ കണക്ഷന് ഇങ്ങനത്തെ കണക്ഷൻ ആ സബിൽ ഊരി വീണത്. ഇപ്പോൾ ഞാൻ ആ കാണിച്ച ആ സബില്ലേ, ആ സബ് ഊഫറിൽ ഊരി വീണത്. അപ്പോൾ ഊരി വീണപ്പോൾ എന്തായെന്നറിയോ, എല്ലാ ലോഡും കൂടി 3000 വാട്ട്സ് ഒരുമിച്ച് എന്തായെന്നറിയോ ഒരു സബ് ഊഫറിലേക്ക് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സംഭവിക്കും, പോവും. അപ്പോൾ ഇതാരും കുറ്റപ്പെടുത്താനോ മറ്റുള്ളതോ അല്ല, നമ്മൾ കാരണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാം. അപ്പോൾ ഞാൻ ആരെങ്കിലും ബോക്സൊക്കെ അസംബിൾ ചെയ്യുമ്പോഴേ ഇതേമാതിരി പിന്നൊക്കെ ഊരി വീടുണ്ടോയെന്ന് ചോദിക്കുമോ. ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം പരിപാടി ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് സാധനം വാങ്ങി കോയിലിട്ടിട്ട് വേണം. നമ്മളടുത്ത് വേറെ സബ് ഊഫർ സ്റ്റോക്കില്ല, ഒക്കെ ഇപ്പോൾ പരിപാടി ആയതുകൊണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇങ്ങനെയും സാധനം പോവുക. ഞാൻ ഈ ആമ്പ് ഇവിടെ കൂടുന്ന ഇതും ചെക്ക് ചെയ്ത്, കാരണം ആമ്പിന് കുഴപ്പമൊന്നും കാണിക്കണില്ല. ആമ്പ് ബ്രിഡ്ജ് മോഡിലാണ് നമ്മൾ സബ് ഊഫർ കൊടുക്കാറ്, കാരണം നല്ല അടി വെയിറ്റ് നല്ല വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നിങ്ങനെ അതിൽ നിന്ന് ഊരി വീണത് കൊണ്ടാണ്, കണക്ഷൻ ഒന്ന് ഊരി വീണപ്പോൾ ഒരു സബ് ഊഫർ മാത്രമായി. അപ്പോൾ എന്തായി, ആ സബ് ഊഫറിലേക്ക് എല്ലാവിധ ലോഡും കയറി വന്നു. അപ്പോൾ ആ സബ് ഊഫർ പോയി. അല്ലാതെ ക്രോസ് ഓവറിൻ്റെയോ ആമ്പിൻ്റെയോ ഒരു പ്രശ്നമല്ല, ഈ കണക്ഷൻ ഊരി വീണത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് വരാം.